സദൃശ്യവാക്യങ്ങൾ 21:1. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഒരു വാഹനത്തെ അത് ഓടിക്കുന്ന വ്യക്തിക്ക് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുവാൻ സാധിക്കും. ഒരു കുതിരയെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ മുഖപ്പട്ട മുഖാന്തരം അതിനെ നിയന്ത്രിക്കുവാൻ പറ്റും. ഒരു അധികാരിയുടെ ഹൃദയത്തെ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരു തോട്ടിലെ വെള്ളത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വഴി തിരിച്ചുവിടാം. അതിന് വഴി വെട്ടിക്കൊടുത്താൽ മതി, അതങ്ങ് ഒഴുകിപ്പോകും. അപ്രകാരം ഉന്നതന്മാരുടെ മീതെ വാഴുന്ന അത്യുന്നതനറിയാതെ ഭൂമിയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നു. ചിലപ്പോഴൊക്കെ എങ്കിലും നമുക്കത് പ്രതികൂലമെന്ന് തോന്നിയെന്നാലും അതിനൊക്കെ ശ്രേഷ്ഠമായ ദൈവീക ലക്ഷ്യങ്ങളുണ്ട്. എസ്രാ 6:22 ഇസ്രയേലിൻ ദൈവമായ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കി എന്ന് നാം വായിക്കുന്നു. ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവം പലരുടെയും ഹൃദയത്തെ ദൈവാലോചനകൾക്ക് അനുകൂലമാക്കി തീർക്കും. ചില സാഹചര്യങ്ങളിൽ അതിന് വിസമ്മതിക്കുന്നവരെ ദൈവകോപത്തെ അയച്ചാണെങ്കിലും തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം അവരെ അനുകൂലമാക്കി തീർക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിസ്രൈമിലെ ഫറവോൻ. തൻ്റെ ജനത്തെ വിട്ടയക്കാതിരുന്നപ്പോൾ കഠിനമായ ബാധകളെ അയച്ച് തിരിയാതിരുന്ന ഹൃദയം ഒടുവിൽ ദൈവജനത്തിന് അനുകൂലമായി തിരിയേണ്ടി വന്നു. റോമർ 9:15 എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 19:21 മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകുമെന്ന് നാം വായിക്കുന്നു. ദൈവശബ്ദം കേട്ടിട്ട് അനുസരിക്കാത്തവരെ, വചനത്തോട് എതിർത്തു നിൽക്കുന്നവരെയൊക്കെ ദൈവം ഈ നാളുകളിൽ സന്ദർശിക്കുവാനും അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അധികാരികളുടെ ഹൃദയത്തെ ദൈവജനത്തിന് അനുകൂലമായും ദൈവിക നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടാനുമായുമൊക്കെ അവരെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിരോധമായി നിൽക്കുന്നവർ നമുക്ക് അനുകൂലരായി തീരട്ടെ. ദൈവസ്വാധീനം മുഖാന്തരം അനേകർ മാനസാന്തരപ്പെടുവാനും അത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവസഭയ്ക്കുമൊക്കെ അനുഗ്രഹമായി തീരുവാനും ഇടയാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങേക്ക് കരുണയും കനിവും തോന്നി ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.